ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജിത്. അടുത്ത അല്ലെങ്കിൽ നമ്മുടെ വരാനിരിക്കുന്ന LP UP എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. നമുക്കറിയാം ടീച്ചിങ് എക്സാംസിൽ തന്നെ ഒരുപാട് വേക്കൻസീസ് അതല്ലെങ്കിൽ ഒരുപാട് അപ്പോയിൻമെൻറ്റ്സ് നടക്കുന്ന ഒരു പരീക്ഷയാണ് LP UP എക്സാംസ് അല്ലേ. അപ്പോൾ അതിൽ തന്നെ UPSC എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻസ് നടത്തുന്നവരെ സംബന്ധിച്ച് അവർക്കിടയിൽ പൊതുവെയുള്ള ഒരു സംശയമാണ് UPSC തസ്തികയിലോട്ട് അതല്ലെങ്കിൽ UPSC എക്സാം എഴുതാൻ വേണ്ടിയിട്ട് മലയാള പഠനം നിർബന്ധമാണോ എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ എക്സാം വിളിച്ച സമയത്തും ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, മലയാള പഠനം നിർബന്ധമാണോ, എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ കാര്യത്തിൽ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാം. ഇവിടെ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന ഒരു സംശയമാണിത്, UPSC ആകാൻ മലയാള പഠനം നിർബന്ധമോ എന്നുള്ളത്. അപ്പോൾ നിർബന്ധമോ എന്ന് കാണുമ്പോൾ നമുക്കും ഒരു സംശയമാണ്, നിർബന്ധമാണോ, ഇനി പഠിച്ചിട്ടില്ലേ, എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇവിടെ മലയാളം പഠിക്കണം, അതല്ലെങ്കിൽ മലയാളം എന്ന് പറയുന്നത് ഒരു വിഷയമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഉദ്യോഗാർത്ഥി പഠിച്ചിട്ടുണ്ടായിരിക്കണം. അത് ഏത് ലെവലിലാണ് പഠിക്കേണ്ടത്, എങ്ങനെ പഠിച്ച കുട്ടികൾക്കാണ് ഈ ഒരു UPSC എക്സാം എഴുതാനായിട്ട് പറ്റുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഓരോ എക്സാം നടക്കുന്നതും നമുക്കറിയാം PSC എന്ത് ചെയ്യും, അതിനുള്ള കൃത്യമായിട്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കും. ആ വിജ്ഞാപനത്തിൽ എന്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും, കൃത്യമായിട്ട് യോഗ്യതകളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ യോഗ്യതകളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും ആ ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതും. അപ്പോൾ ഇവിടെ മലയാളം മീഡിയത്തിൽ പഠിച്ചവർക്ക് മാത്രമാണോ UP സ്കൂൾ ടീച്ചർ തസ്തികയിൽ അപേക്ഷിക്കാൻ കഴിയൂ, ഒരു സംശയമാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്, നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് SSLCക്ക് പാർട്ട് 1 പാർട്ട് 2 മലയാളം പഠിക്കാത്തതോ പഠനമാധ്യമം മലയാളം അല്ലാത്തതോ ആയ ഉദ്യോഗാർത്ഥികൾ ഈ തസ്തികയിൽ എന്തില്ല, അപേക്ഷിക്കാൻ അർഹരല്ല. അതായത് SSLCക്ക് നമുക്കറിയാം മലയാളം പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, മലയാളം മാധ്യമമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ അവിടെ എന്താണ്, പഠനമാധ്യമം മലയാളം അല്ലാത്തതായിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തല്ല, UPSC എഴുതാനായിട്ടുള്ള യോഗ്യത ഇല്ല എന്നാണ് അർത്ഥം. വിജ്ഞാപനത്തിൽ PSC ഇക്കാര്യം വ്യക്തമാക്കാറുണ്ട്. അപ്പോൾ നിലവിൽ നമുക്കറിയാം LP UP എക്സാമുകളുടെ വിജ്ഞാപനം ഒന്നും തന്നെ വന്നിട്ടില്ല. 2025 ലിസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 28 കൂട്ടിയിട്ട് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയും. ആ ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ എന്താണ്, പുതിയ ലിസ്റ്റാണ് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ 27 ഒരു മെഗാ വിജ്ഞാപനം പോലെ തന്നെയാണ് LP UP എക്സാമിൻ്റേത് വരിക. അപ്പോൾ 27 നമുക്ക് ഇനി അടുത്ത ഒരു LP UP എക്സാമിൻ്റെ ഒരു വിജ്ഞാപനം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 2027 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 26 ഏകദേശം 4ാമത്തെ മാസമൊക്കെ ആയി. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന കുട്ടികളാണെങ്കിൽ ഒരുപാട് പേര് ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ അതിനോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ്, സെക്കൻഡറി ഹയർ സെക്കൻഡറി തലങ്ങളിൽ മലയാളം ഒരു വിഷയമായി പഠിച്ചിട്ടില്ലെങ്കിലും എന്തുണ്ടായാൽ മതി, ബിരുദാനന്തര അധ്യാപക ട്രെയിനിങ് യോഗ്യതാ തലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ കേരളത്തിലെ റെഗുലർ കോഴ്സുകൾ വഴി മലയാളം ഒരു ഭാഷയായി പഠിച്ചിട്ടുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഹയർ സെക്കൻഡറി തലത്തിൽ അതല്ലെങ്കിൽ ഇവിടെ എന്താ പറയുന്നത്, സെക്കൻഡറി ഹയർ സെക്കൻഡറി തലങ്ങളിൽ മലയാളം ഒരു വിഷയമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, എവിടെ പഠിച്ചാലും മതി. നമ്മുടെ ഡിഗ്രി ലെവലിൽ അതല്ലെങ്കിൽ PG ലെവലിൽ മലയാളം ഒരു വിഷയമായിട്ട് റെഗുലർ കോഴ്സുകളിൽ ഒരു വിഷയമായിട്ട് പഠിച്ചാലും മതി, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, UPSC എക്സാം എഴുതാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി സാധാരണഗതിയിൽ UPSC എക്സാം എഴുതാനായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് കേരള സർക്കാർ പരീക്ഷാ കമ്മീഷണർ നടത്തുന്ന SSLCയോ തത്തുല്യ പരീക്ഷയോ ജയിച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല നൽകിയതോ അംഗീകരിച്ചതോ ആയ പ്രീ ഡിഗ്രി പരീക്ഷയോ തത്തുല്യ പരീക്ഷയോ ജയിക്കണം, അല്ലെങ്കിൽ കേരളത്തിലെ ഹയർ സെക്കൻഡറി പരീക്ഷാ ബോർഡ് നൽകിയതോ അംഗീകരിച്ചതോ ആയ ഹയർ സെക്കൻഡറി പരീക്ഷയോ തത്തുല്യ പരീക്ഷയോ ജയിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി രണ്ടാമത്തെ യോഗ്യത എന്ന് പറയുന്നത് എന്താണ്, കേരള സർക്കാർ പരീക്ഷാ കമ്മീഷണർ നടത്തുന്ന TTC പരീക്ഷ ജയിക്കണം, അല്ലെങ്കിൽ കേരളത്തിലെ സർവകലാശാലകൾ നൽകിയതോ അംഗീകരിച്ചതോ ആയ ഏതെങ്കിലും വിഷയത്തിലെ ബിരുദവും അതേപോലെ തന്നെ B.Ed, BT
LT യോഗ്യതയും ഉണ്ടായിരിക്കണം. ഇനി മൂന്നാമത്തെ ഒരു യോഗ്യത എന്ന് പറയുന്നത് കേരള സർക്കാർ ഈ തസ്തികയിലേക്ക് നടത്തുന്ന കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കേട്ടറ്റ് യോഗ്യത നേടിയിട്ടുണ്ടായിരിക്കണം. അപ്പം ഇങ്ങനെ 3 ക്രൈറ്റീരിയയാണ് പ്രധാനമായിട്ടും ഏതിന് വരുന്നത്, UPSC എഴുതാനായിട്ടുള്ള യോഗ്യതയായിട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 27 PSC അടുത്ത ഒരു എക്സാമിന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് യോഗ്യതകളെ കുറിച്ച് എന്ത് കൊടുക്കുന്നുണ്ട്, കൃത്യമായിട്ടുള്ള രീതിയിൽ അതിൽ പരാമർശിക്കും. അപ്പോൾ മലയാളം എന്ന് പറയുന്നത് ഏകദേശം എന്താണ്, SSLCയിലോ അതല്ലെങ്കിൽ ബിരുദാനന്തര തലങ്ങളിലോ നമ്മൾ മലയാളം ഒരു വിഷയമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതൊരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സംശയമാണ്, ഉയർന്ന യോഗ്യതയ്ക്ക് മുൻഗണനയുണ്ടോ എന്നുള്ളത്. അതായത് ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇന്നതൊക്കെയാണ് നമ്മൾ പറഞ്ഞു, ഇതിനപ്പുറത്തേക്ക് ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകളുണ്ട് അല്ലേ, UPSC എഴുതാറുണ്ട്. അപ്പോൾ ഈ ഒരു യോഗ്യത നമുക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുമോ ചെയ്യാതിരിക്കുമോ എന്ന് നമുക്ക് നോക്കാം. അടിസ്ഥാന യോഗ്യതയേക്കാൾ ഉയർന്ന യോഗ്യതയുള്ളവർക്ക് മുൻഗണനയുണ്ടെന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മുൻഗണന ലഭിക്കും. അതായത് നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻസിന് മുകളിലോട്ട് ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ പ്രയോറിറ്റി ഉണ്ടായിരിക്കും എന്ന് വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, അവിടെ മുൻഗണന കിട്ടുകയുള്ളൂ. അല്ലാത്ത പക്ഷം അവിടെ എന്താണ്, ഈ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാന യോഗ്യതകളുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് തീരുമാനിക്കുന്നത്, അത് മാത്രമായിരിക്കും PSC പരിശോധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ UPSC എക്സാമുമായിട്ട് ബന്ധപ്പെടുന്ന 2 സംശയങ്ങളാണ് ഉദ്യോഗാർത്ഥികൾക്ക് പൊതുവെ പറയാറുള്ളത്. മലയാള പഠന നിർബന്ധമാണോ, പ്ലസ് നമുക്ക് ഉയർന്ന യോഗ്യത ഉള്ളതുകൊണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ബെനിഫിഷ്യൽ ഉണ്ടോ, എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ എന്നുള്ളത്. അപ്പോൾ 2 കാര്യത്തിനെയും ക്ലാരിഫിക്കേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വരും വീഡിയോസിൽ നമുക്ക് ഇത്തരത്തിലുള്ള ടീച്ചിങ് എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അപ്ഡേഷൻസ്, സംശയങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.